പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്ക് ദൈവീക സംരക്ഷണം ഉറപ്പ് തരുന്ന രണ്ട് പ്രധാനപ്പെട്ട സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയായിരിക്കും അല്ലേ. ഒന്ന് സങ്കീർത്തനം 91, മറ്റൊന്ന് സങ്കീർത്തനം 34. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്താ? ദൈവീക സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു സുന്ദരമായ രണ്ട് സങ്കീർത്തനങ്ങളാണ്. എനിക്ക് തോന്നുന്നു 91 സങ്കീർത്തനം എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ തോന്നുന്നു. ആ സങ്കീർത്തനം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു 8-10 ടോക്കുകളൊക്കെ നേരത്തെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. 34 സങ്കീർത്തനവും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദൈവീക സംരക്ഷണം ഉറപ്പ് തരുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ 34 സങ്കീർത്തനത്തിലെ ഒരു വചനം അതുമായിട്ട് കണക്ട് ചെയ്ത വേറൊരു വചനമാണ്. ഞാൻ അത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉള്ളിലൊരു വലിയൊരു ഒരു തണുപ്പ് തോന്നിപ്പോയ ഒരു അനുഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളോട് കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കുക. അന്വേഷിച്ചാൽ ഉണ്ടല്ലോ വലിയൊരു അനുഗ്രഹം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവ് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സൗരങ്ങൾ, ഇന്നിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ തകർന്നു പോയിട്ടുണ്ടാവും അല്ലേ, ചിലപ്പോൾ തോറ്റു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും. നമുക്ക് എപ്പോഴും ഏറ്റവും സ്ട്രോങ് ആയിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല, എപ്പോഴും ഫസ്റ്റ് അടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് എപ്പോഴും അനുഗ്രഹത്തോടെ പിന്നെ ഒന്നുകൂടെ ഒന്ന് പരിശ്രമിക്കണമെങ്കിൽ ഈശോയുടെ വലിയൊരു സാന്നിധ്യം, ഈശോയുടെ ഒരു ഉറപ്പ്, ഈശോ കൂടെ ഉണ്ടെന്ന് സംരക്ഷണം തരുന്നുണ്ടെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ തോറ്റ് വീണാലും താഴെ പോയാലും നമുക്ക് പിന്നെ എഴുന്നേക്കാൻ അതൊരു ശക്തിയാവും. ഇപ്പം സങ്കീർത്തനം 34 ഒരു വചനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. എന്നിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത മറ്റൊരു വചനം കൂടെ പറഞ്ഞുതരാം. അത് പ്രത്യേകിച്ച് ഒരു ഉറപ്പ് കർത്താവ് തരിക, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുന്നു. സങ്കീർത്തനം 34 എടുക്കാം. അതിൻ്റെ 10ാമത്തെ വാക്യം കാണാതെ അറിയായിരിക്കും. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. ബാക്കി പറഞ്ഞേ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സോ സീക്ക് ദ ലോർഡ്. കർത്താവിനെ അന്വേഷിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈശോയെ എവിടെയും കാണാണ്ട് പോയതൊന്നുമല്ല, ഈശോയെ എവിടെയാണ് ഞാൻ ഇപ്പോൾ തപ്പി കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള അന്വേഷണമല്ല. യു സീക്ക് ദ ലോർഡ്. എല്ലാ കാര്യത്തും കർത്താവിനോട് ചോദിച്ചുകൊണ്ട് ചെയ്യുക. ഈശോയുടെ ഇഷ്ടം അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുക്കുക. നമ്മൾ ഈ മാസം ജൂലൈ മാസത്തിൽ ഒരു കഥയൊക്കെ ഷെയർ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ഈ രാജകുമാരനെ പോയി തൊട്ട രാജകുമാരിയുടെ കഥയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബാക്കിയൊന്നും അല്ല, നമുക്ക് ആദ്യം ആരെ അന്വേഷിക്കണം? കർത്താവിനെയും കർത്താവിൻ്റെ ഹിതത്തെ അന്വേഷിക്കണം. അങ്ങനെയെങ്കിൽ വചനം ഉറപ്പ് തരികയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. നിങ്ങൾ ഈ വചനം ഇപ്പോൾ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാവോ? കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ചില ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുകയായിരിക്കും, മൊത്തം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയമായിരിക്കും. എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നാളെ ഒരു ദിവസമുണ്ട്, എന്നെ ചെയ്യണം അറിയില്ല, വലിയ സങ്കടമൊക്കെയാണ്. ഒരുറപ്പ് വചനം പറയുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. നിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളൂ. അതാണ് നമുക്ക് കിട്ടുന്ന വചനം, നമുക്ക് കിട്ടുന്ന ഉറപ്പ്. സങ്കീർത്തനം 34:10 ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു വചനമാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായം അതിൻ്റെ 13ാമത്തെ വാക്യം. 11-12 വചനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാതെ അറിയാമെന്ന് തോന്നുന്നു അല്ലേ. നിങ്ങളെക്കുറിച്ചൊരു നല്ല പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നല്ല പദ്ധതിയാണ്, നാശത്തിനുള്ളതൊന്നും അല്ലാതൊക്കെ കർത്താവ് ഉറപ്പ് തരുന്ന ഒരു വചനമാണ്. അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള വചന ജെറമ്യാ 29:13 നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. 14ാം വാക്യം, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഇതൊരു ഉറപ്പാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ അന്വേഷിക്കുക. 13ാമത്തെ വാക്യത്തിൽ എന്താ പറയുക? നിങ്ങൾ എന്നെ അന്വേഷിക്കുക എന്ന് വെച്ചാൽ സീക്ക് ദ ലോർഡ്. ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുക്കുക. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം? കർത്താവെ ഇങ്ങനെ എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് നിൽക്കുകയാണെങ്കിൽ യു സീക്ക് ദ ലോർഡ്. നിനക്ക് ഒന്നിനും കുറവുണ്ടാകില്ല, നിന്റെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കും. ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് വചനങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കാവോ? നാളെ നിങ്ങളൊരു പുതിയ കാര്യത്തിന് വേണ്ടി തുടങ്ങുമ്പോൾ, ഒരു പുത്തൻ പദ്ധതി തയ്യാറാക്കുമ്പോൾ, ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ രണ്ട് വചനങ്ങൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് സങ്കീർത്തനം 34:10, 2 ജെറമ്യാ 29:13-14 വാക്യങ്ങൾ. രണ്ട് വചനവും ഒരുപോലെ ഒരു ഉറപ്പ് തരികയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. 2 കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ജീവിതം, അവരുടെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കും. സോ ഈ രണ്ട് ബൈബിൾ വേഴ്സ് വായിച്ചിട്ട് നിങ്ങൾ അടുത്ത കാര്യത്തിന് വേണ്ടി ഇറങ്ങുക. ഈ രണ്ട് വചനവും വായിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക്, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതൊരു ബ്ലെസ്സിങ് ആവട്ടെ. 30 മേനിയല്ല, 60 മേനിയല്ല, 100 മേനി ഫലം ചൂടുന്ന രീതിയിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.